എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Eight of Wands, High Priestess, Ten of Cups, Chariot, Six of Wands, Devil Energy, Wheel of Fortune, Knight of Cups. Okay. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. സന്തോഷവും സൗഭാഗ്യവും സാമ്പത്തിക നേട്ടങ്ങളും നേടിത്തരുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് അഹം എന്നുള്ളൊരു ഭാവം നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ അഹങ്കാരം തോന്നിക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥന ഉൾപ്പെടുത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കൂടുതലായിട്ട് കിടക്കുമ്പോൾ 8 ഓഫ് ഫോൺസ് അതേപോലെ 6 ഓഫ് ഫോൺസ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പൊരുതി നേടിയ വിജയമാണ് ഈ ഒരു വർഷം. നിങ്ങൾ കുറച്ച് നാളായിട്ട് കഷ്ടപ്പെടുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വിദ്യാഭ്യാസം നേടിയെടുക്കാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു പ്രൊമോഷനായിരിക്കും. ചില ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ചൊരു പ്രൊമോഷനോ മറ്റായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യം നിങ്ങൾ നേടിയെടുക്കണം ചിന്തിച്ചൊരു കാര്യം നിങ്ങൾ നേടിയെടുക്കുന്നതാവാം. പക്ഷെ ഇത് ഒത്തിരി ഹാർഡ് വർക്കായിട്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ട് നേടിയെടുത്തിട്ടുള്ളതാവാം. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ. നേട്ടങ്ങളുടെ ഒരു വർഷം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിനൊക്കെ ഫലം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തക്ക ഫലം ലഭിക്കുന്നതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അർഹിക്കുന്ന ഒരു നേട്ടം തന്നെയാണ്, അർഹിക്കുന്ന വിജയം നിങ്ങൾക്ക് നേടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ പല നേട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്, മുന്നോട്ടേക്ക് പോകും തോറും പല നേട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒത്തിരി നാൾ നമ്മൾ കഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അപ്പോഴൊന്നും നേട്ടങ്ങൾ ഉണ്ടായിരുന്നില്ല. പതുക്കെ നേട്ടങ്ങൾ കണ്ടു തുടങ്ങുന്നു. ആദ്യത്തേത്, രണ്ടാമത്തേത്, പിന്നെ പല മേഖലകളിലും ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഒക്കെ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ് പിന്നെ നല്ല കാര്യങ്ങൾ മാത്രമാവും ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു അഹം എന്ന ഭാവമൊക്കെ നമ്മുടെ ഉള്ളിൽ വരാം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം കർമ്മഫലം എന്നൊന്നുണ്ട് എന്നുള്ളത് ഓർപ്പിക്കാം. കാരണം നിങ്ങളിപ്പോൾ ഈ ഒരു വർഷം വളരെ നല്ലതായതുകൊണ്ട് പെട്ടെന്നുള്ള കർമ്മ, ഇൻസ്റ്റൻറ്റ് കർമ്മ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഇപ്പം, അപ്പോൾ അതൊന്നും ലഭിച്ചെന്ന് വരില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഫലം പിന്നീട് വരുന്ന വർഷങ്ങളിലായിരിക്കും ലഭിക്കുക, പെട്ടെന്നുള്ള ഫലമല്ല നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തികൾ, അപ്പോൾ നമുക്ക് അഹം എന്നുള്ളൊരു ഭാവം വരുമ്പോൾ, നിങ്ങൾ ജീവിതത്തിൽ എല്ലാം നല്ലതായിട്ട് സംഭവിക്കുമ്പോൾ അഹം എന്ന ഭാവം നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യുന്നത് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾക്ക് അതിന് ഒരു കർമ്മഫലം ലഭിക്കാത്തത് കൊണ്ട് പലർക്കും ഒരു തട്ട് കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെയൊക്കെ പലർക്കും ആ ഒരു അഹങ്കാരം മാറാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു തട്ട് തരും എന്ന് പറയും. ആ ഒരു തട്ടൊന്നും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അറിയേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ ഇരുത്തി ചിന്തിക്കുക. നിങ്ങൾ മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളെക്കാൾ താഴ്ന്ന ആളുകളുണ്ടാവും. കാരണം സാമ്പത്തികമായിട്ടായിരിക്കും, മറ്റേതെങ്കിലും തരത്തിലായിരിക്കും. അപ്പോൾ നിങ്ങളെക്കാൾ താഴ്ന്ന ആളുകളെ കൊച്ചായിട്ട് കാണാതിരിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തികൾ ശ്രദ്ധിക്കുക. തന്നിൽ താഴെയുള്ള ആളുകളോട് കാരുണ്യത്തോടുകൂടി പെരുമാറുക. മനുഷ്യരോട് പൊതുവെ മനുഷ്യത്തോടുകൂടി പെരുമാറുക. മൃഗങ്ങളോടും സഹാനുഭൂതിയോട് കൂടിയിട്ട് പെരുമാറുക. സഹജീവികളോടുള്ള സഹാനുഭൂതി മറക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ഇതൊക്കെ കാണിക്കാം. അത് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തിരുത്തി കൊടുക്കുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഈ ഒരു വർഷം. അതായത് നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് തന്നെ വളരെ
വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള റീഡിംഗ് ആണ്. ഈ ഒരു വർഷത്തിൽ രേവതി നക്ഷത്രക്കാർക്കാണ് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള റീഡിംഗ്. ഹൈ പ്രീസ്റ്റസ് ആൻഡ് ഡെവിൾ മൊമെൻ്റ് ഒരേ സമയം തന്നെയാണ്. അതെന്താണ് എന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഒരേ സമയം നിങ്ങൾ ആത്മീയമായിട്ട് ഭയങ്കരമായിട്ട് ആത്മീയതയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആവാം. അതല്ല എങ്കിൽ, കാരണം ഇവിടെ നിങ്ങൾ എക്സ്ട്രീംസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു, സാമ്പത്തികമായിട്ട് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ രണ്ട് തരത്തിലേക്ക് പോകുന്ന, രണ്ട് എക്സ്ട്രീംസിലേക്ക് പോകുന്ന ആളുകളാണ്. ഇതിൻ്റെ നടുക്കിൽ കൂടിയാണ് നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ പല ആളുകളും രണ്ട് എക്സ്ട്രീംസിലാണ് പോവുക. രണ്ടറ്റത്ത് കൂടി അല്ല, നോർത്ത് പോളും സൗത്ത് പോളും അല്ല, നിങ്ങൾ നടുക്ക് നിൽക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ആത്മീയ കാര്യങ്ങൾ, ദൈവിക കാര്യങ്ങൾ, ഇപ്പോൾ ചില ആളുകൾ വളരെ ഉയരത്തിലേക്ക് പോകും, ഭക്തിയിലേക്ക് പോകും, പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഭക്തിയായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയില്ല, ഏത് സമയവും നൊയമ്പും വ്രതവും കാര്യങ്ങളൊക്കെ, അപ്പോൾ കുടുംബജീവിതം നല്ല രീതിയിൽ പോകുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എപ്പോഴും ക്ഷേത്രത്തിലോ പള്ളികളിലോ ഒക്കെ ആയിരിക്കും തീർത്ഥാടനങ്ങൾ, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഓവറായിട്ട് അതിലേക്ക് പോകും. ആത്മീയത എന്ന് പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ പല തരത്തിലുള്ള, ഇപ്പം നമ്മൾ ആത്മീയത പല തരത്തിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ജ്യോതിഷം അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, ഇത് തൊഴിലായിട്ട് ചെയ്യുന്ന പല ആളുകളും ഉണ്ട്. അപ്പോൾ അതിൽ ചില ആളുകൾ കുറച്ച്, അതായത് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പലരെയും സമീപിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കറിയാം, ചില ജ്യോതിഷന്മാരെല്ലാവരും അല്ല, പോയി കഴിയുമ്പോൾ അവർ വലിയ പൂജകളായിരിക്കും പറയുന്നത്. അത് അവർ തന്നെയായിരിക്കും നടത്തുന്നതും ഒരു പക്ഷേ, അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള സങ്കോചം കൂടുകയാണ് ചെയ്യുക. അഥവാ അത് ചെയ്യുന്നില്ല എങ്കിൽ ചെയ്യണമോ എന്നുള്ളത്. അപ്പോൾ ഓവറായിട്ട് ഒന്നിൻ്റെയും പുറകെ പോവാതിരിക്കുക. നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോവാം. ദൈവം, വിശ്വാസം, പ്രാർത്ഥനയിലൂടെ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അല്ലാതെ ദൈവം നിങ്ങൾ ഇത്ര വിലയുടെ പൂജ ചെയ്താൽ മാത്രമേ നിങ്ങളെ സംരക്ഷിക്കൂ എന്നുള്ളതല്ല. ഡെവൽ മൊമെൻ്റ് ആണ്. ചില ആളുകൾ മറ്റൊരു വഴിയിലേക്ക് പോകും. അതർ എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ദൈവികമോ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പാടെ മറക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ മറ്റ്, അതായത് അഡിക്ഷൻസിലേക്ക്, ഇപ്പോൾ മദ്യപാനം, ലഹരി ഉപയോഗിക്കാത്തവർ അതൊക്കെ ഉപയോഗിച്ച് തുടങ്ങും. കാരണം ഇതൊക്കെ ഇതിനു മുമ്പ് ശ്രമിക്കാത്തവരായിരിക്കാം, ഇപ്പോൾ ഇതൊക്കെ ശ്രമിച്ചു തുടങ്ങുന്നു, അതിലേക്ക് കടക്കുന്നു. ഇതൊക്കെയാവാം. അപ്പോൾ ഇത് രണ്ടും എന്നുള്ള രീതിയിലല്ല, ഇതിന് രണ്ടിൻ്റെയും ഇടയിൽ ആവശ്യത്തിന് ആത്മീയതയും ദൈവികതയും, എന്നാൽ കുറച്ച് ആവശ്യത്തിന് നിങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക. അതായത് സിഗരറ്റ് വലിക്കുന്നതോ മദ്യപാനമോ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ 10 ഓഫ് കപ്സ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ബ്യൂട്ടിഫുൾ എനർജി. നിങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം സന്തോഷമാണ്. കുടുംബത്തിൽ എപ്പോഴും സന്തോഷം, കളിചിരികൾ നിലനിൽക്കുന്ന ഒരു സമയമാണ്. അച്ഛനമ്മമാർ, മക്കൾ, സഹോദരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം. ചില ആളുകളിപ്പോൾ ഫാമിലിയിൽ നിങ്ങൾക്ക് അടുത്തിടെയായിട്ട് സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം, അല്ലെങ്കിൽ അച്ഛനമ്മമാർ മക്കളും തമ്മിൽ പ്രശ്നം, ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇതൊക്കെ മാറിക്കിട്ടും. നിങ്ങളെല്ലാവരും ഒത്തുകൂടുന്നുണ്ട്, ഒരുമിച്ച് എല്ലാവരും ഒരു ഫാമിലിയിൽ ഒത്തുകൂടുന്നതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു എനർജിയാണ് ഇതിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സംതൃപ്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. വളരെയധികം എപ്പോഴും നിങ്ങൾ ഒത്തുകൂടലുകളാണ്. അതായത് പുറത്തുനിന്നുള്ള ആളുകളല്ല, പക്ഷെ നിങ്ങൾ അച്ഛനും അമ്മയും സഹോദരങ്ങൾ തമ്മിൽ എപ്പോഴും ആ ഒരു ഒത്തുകൂടൽ സാധാരണഗതിയിൽ കാണാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ മിക്കവാറും ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒത്തുകൂടലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുന്നു. ഒത്തിരി ഫാമിലിയിൽ അച്ഛനമ്മമാർ, സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് സന്തോഷം. അതേപോലെ വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സാമ്പത്തികമായിട്ട് വലിയൊരു നേട്ടമാണ് കാണിക്കുന്നത്. അപ്പോൾ ബിസിനസ്സൊക്കെ കുറച്ച് തുടങ്ങിയിട്ട് മുന്നേറ്റമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വലിയ രീതിയിൽ ഉയർച്ചയിലേക്ക് പോകാൻ, സ്കൈ റോക്കറ്റ് എന്നുള്ള പറയുന്ന പോലെ വലിയ ഉയർച്ചയിലേക്കാണ് പോകുന്നത്. ഒത്തിരി സന്തോഷം എന്ന് പറയുന്ന ഒരു എനർജിയാണ്. സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ, പുതിയ കാര്യങ്ങൾ നേടുന്നുണ്ട്. സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരു വീട് വയ്ക്കുന്നുണ്ട്. ഓൾറെഡി വീട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ വീട് ഒന്ന് പുതുക്കി പണിയോ 2 നിലയാക്കുകയോ, അല്ലെങ്കിൽ പുതിയ വീട്, ഈ ഒരു വീട് ഇരിക്കെ തന്നെ പുതിയൊരു വീട് വാങ്ങിക്കുക, പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കുക, അതൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ചെറിയറ്റ് എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. വിവാഹ കാര്യങ്ങൾ സാധ്യമാകുന്നുണ്ട്. വിവാഹം കാര്യങ്ങളൊക്കെ ഒത്തുവരുന്നു. പ്രണയം, വിവാഹം, പുതിയൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്, അതേപോലെ കുട്ടികൾ അതിൻ്റെ സന്തോഷം, എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്ന ഒരു വർഷം എന്ന് തന്നെ പറയാം.
അപ്പോൾ ഇതുവരെ നിങ്ങളൊരു സങ്കോചത്തിലായിരുന്നു, എങ്ങനെയാണ് എന്താണ് എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ആ സംശയമൊക്കെ ഭഗവാൻ മാറ്റി തരുന്ന വർഷമാണ് ഈ ഒരു വർഷം എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വാഹനയോഗം കാണിക്കുന്നുണ്ട്, പുതിയ വാഹനം വാങ്ങിക്കുന്നുണ്ട് സ്വന്തമായിട്ട്. യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്, വിമാനമാർഗം യാത്ര, കടൽ മാർഗം യാത്ര, ഇതുപോലെയുള്ള വായു വെള്ളം വഴിയൊക്കെയുള്ള സഞ്ചാരം, വിദേശ യാത്രകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സന്തോഷകരമായിട്ടുള്ള പുതിയ പുതിയ ഭക്ഷണങ്ങൾ കഴിക്കുക, പുതിയ രാജ്യങ്ങൾ കാണുക, ഇതൊക്കെ ഒത്തിരി സന്തോഷം തരുന്ന പല കാര്യങ്ങളും ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.